എല്ലാവർക്കും തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ല ചേലക്കര പഞ്ചായത്തിലെ ചേലക്കര ടൗണാണ്. അപ്പോൾ ഈ ചേലക്കര ടൗണിൽ നിന്നും പഴയന്നൂർ ടൗണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് 17 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റാവുന്ന ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടു കൂടെ ഉള്ള റോഡ് സൗകര്യമുള്ള ഭാഗത്താണ് ഈ വീടുള്ളത്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. വീടിന് ഏകദേശം ഒരു 8 വർഷത്തെ പഴക്കമുണ്ട്. ചുറ്റുമതിലും അതുപോലെ ചെറിയൊരു ഫാമിലിക്കൊക്കെ, ഒരു ഭാര്യ ഭർത്താവ് 2 മക്കൾക്കൊക്കെ വന്ന് സുഖമായി താമസിക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ. ഇവിടെ നിന്നും ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ചേലക്കര ടൗണിലേക്ക് 3 കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഒരു 700-750 മീറ്റർ ദൂരമാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ മുൻവശത്ത് ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. അതായത് കുടിവെള്ള പദ്ധതിക്കായിട്ട് ചാല് കീറിയതിൻ്റെ അത് പാച്ച് വർക്ക് നടക്കുന്നതുകൊണ്ട് നിറയെ പൊടിപടലങ്ങളാണ് ഈ ഭാഗത്ത്. അതുകൊണ്ടാണ് വേണ്ട ഈ ഭാഗത്തൊക്കെ ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഇഷ്ടംപോലെ പൊടി. അപ്പോൾ ഇതിൽ ഓപ്പൺ കിണർ വെള്ള സൗകര്യമുണ്ട്. പഞ്ചായത്ത് പൈപ്പ് ലൈൻ കണക്ഷൻ കൂടാതെ തന്നെ ഒരു വേനൽക്കാലത്തും വറ്റാത്ത കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ഓപ്പൺ കിണർ സൗകര്യമുണ്ട്. അപ്പോൾ ഈ 4 സെൻറ്റ് സ്ഥലവും 650 സ്ക്വയർ ഫീറ്റ് വാർത്ത ഭാഗം ആയിട്ടുള്ള ഈ വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് 17 ലക്ഷം രൂപയാണ് കേട്ടോ. അതുകൊണ്ടോ കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള സാധാരണ ഇങ്ങനത്തെ കിണറുകളൊക്കെ സിമെൻറ്റ് റിങ്ങാണ് ഇറക്കാറ് പതിവ്. പല ഭാഗത്തും ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയത് കൊണ്ട് തന്നെ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സാധാ ഓപ്പൺ കിണറിലുള്ള വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഇതിൽ 3 ബെഡ്റൂമുണ്ട്, ഒരു ഇടനാഴി ഉണ്ട്, ഒരു അടുക്കള സൗകര്യമുണ്ട്. അപ്പോൾ ഈ അടുക്കള ഭാഗമൊക്കെ നമുക്ക് കണ്ടോ, ഈ ഭാഗമൊക്കെ ഷീറ്റ് ഇറക്കിയതുണ്ട്. അത് അപ്പുറേ കൂടെ വരുമ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം, അടുക്കളയിൽ കൂടെ ഉള്ളിലൂടെ വരുമ്പോൾ. അപ്പോൾ ഇതിന് ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആൾട്ടോ സ്വിഫ്റ്റ് പോലത്തെ വണ്ടിയൊക്കെ വന്ന് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട്. സ്റ്റെയർ സൈഡിലൂടെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ പുറകുവശമൊക്കെ ഒരു വേറൊരാളുടെ തെങ്ങും പറമ്പും ബാക്കിയുള്ള നെൽപ്പാടങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കയറുമോ എന്നുള്ളൊരു ചോദ്യം വരും. വെള്ളം കയറിയിട്ടില്ല എന്ന് പറയുന്നു. അത് അടുത്തുള്ള വീടുകളിലൊക്കെ വന്ന് ഈ ഭാഗങ്ങളിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് അന്വേഷിക്കാം വെള്ളം കയറിയ പ്രദേശമാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ, അതായത് ഇതിൻ്റെ അതിർത്തിയോട് ചേർന്ന് കുറച്ച് അപ്പുറയൊക്കെ ആയിട്ട് ഒരു കുളമുണ്ട്. അത് ഈ വേനൽക്കാലത്തൊക്കെ തെങ്ങൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട്, അല്ലാതെ കുളിക്കുന്ന കുളമൊന്നുമല്ല, ജസ്റ്റ് ഒരു കുഴി. ഇപ്പോൾ വീടിൻ്റെ അകത്തേക്ക് പോയാൽ നല്ല കെട്ടുറപ്പുള്ള വീടാണ് കേട്ടോ. വീടിൻ്റെ ഒരു 8 വർഷത്തെ പഴക്കം പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടത്, ഈ ഒരു സിറ്റ് ഔട്ട്, ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. വാങ്ങുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ 17 ലക്ഷം രൂപയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാം. അത് അവരുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം വരാം. അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഹാള് സൗകര്യമുള്ളത് കേട്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് 3 ബെഡ്റൂമുകളുള്ളത്. അതുപോലെ അടുക്കള ഭാഗത്തേക്കാണ് നമുക്ക് ഷീറ്റൊക്കെ കവർ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മളവിടെ വീഡിയോ എടുക്കാൻ ചെന്നതുകൊണ്ട് ഇവരുടെ വീട് ഇച്ചിരി വലിയ വീട്ടിലേക്ക് ഇവർ താമസം മാറുകയാണ്. കാരണം മക്കളൊക്കെ കുറച്ച് വലുതായപ്പോൾ ഇത്തിരി വലിയ വീട്ടിലേക്ക് താമസം മാറുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയോ ലോണോ കാര്യങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ചുമരുകളൊക്കെ ഒന്നും യാതൊരു തരത്തിലുള്ള വിള്ളലോ പൊട്ടലോ ഒന്നും ഇല്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെയാണ്. അതായത് ഈ 4 സെൻറ്റ് സ്ഥലത്തിൽ മുഴുവൻ വീടാണ്. നമുക്ക് മുറ്റം സൗകര്യമുണ്ട്. മുറ്റമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നല്ല തരത്തിലുള്ള ചുമരിൻ്റെ ഭാഗങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള കോട്ടങ്ങളും ഇല്ല. ഇവിടെ ഒരു AC കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ 3 റൂമുണ്ട്. ഈ ഒരു വാതിൽ തുറന്നാലും നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഈ ഭാഗത്ത്. അതല്ലാതെ ഇപ്പുറം ഈ ഹാളിൻ്റെ സൈഡിലൂടെ നമുക്ക് അടുക്കളയിലേക്ക് പോകാനുള്ളൊരു സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ ഇതിലേക്ക് കൂടെ അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളിലായിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം വീടിൻ്റെ ഉള്ളിലുണ്ട്. അത് കൂടാതെ വീടിൻ്റെ പുറത്തും നമുക്കൊരു ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇതൊരു അപേക്ഷയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനൊരു ഇടനാഴി, അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ഷീറ്റ് ഇറക്കിയിട്ടുള്ള ഭാഗത്ത് ആലുവ പുകയില്ലാത്ത അടുപ്പ്, വിറക് കത്തിക്കാനുള്ളൊരു അടുപ്പുണ്ട്. അതുപോലെ ഗ്യാസ് കത്തിക്കാനുള്ളൊരു കിച്ചൺ സ്ലാബും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 17 ലക്ഷം രൂപയാണ്. ബസ് റൂട്ടിലേക്ക്, ചേലക്കര പഴയന്നൂർ ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 750-800 മീറ്റർ ദൂരമാണുള്ളത്. ഇതാണ്ടോ നമുക്ക് സൈഡിലൂടെ വീടിൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോൾ ഇവരുടെ അതിർത്തിയുടെ ഭാഗത്തായിട്ടാണ് അപ്പുറം ഒരു ആളുടെ പ്രോപ്പർട്ടി. അതിൽ ഒരു കുളമുണ്ട്. അതിൻ്റെ ഈ സൈഡൊക്കെ വൃത്തിക്ക് കരിങ്കല്ല് കെട്ടി കോൺക്രീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വല്ല ഇതുവരെ ഇത്രയും ഈ 7-8 വർഷത്തെ പഴക്കം ഉണ്ടായിട്ടും ആ ഭാഗത്തു നിന്നും ചുമര് താഴുവോ ഇടിയോ പൊട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതായത് അത്രയ്ക്കും വൃത്തിയായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.